ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്മസ് ഇങ്ങടുത്തല്ലോ. നമുക്കൊരു കേക്കൊക്കെ കഴിക്കണ്ടേ? അതും ഹെൽത്തി ആയിട്ട് നല്ല ഷുഗറൊന്നും ചേർക്കാത്തെ, നല്ല ഹെൽത്തി ആയിട്ട് മൈദയൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണേ. ഇപ്പൊ ക്രിസ്മസ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണം കേട്ടോ. നല്ല കേക്കും, നല്ല ബീഫും ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നല്ല ക്രിസ്മസൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാം കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണേ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒറ്റ മുട്ട മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അത് മഞ്ഞക്കരു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 3/4 കപ്പ് ജാഗറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മുട്ട മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് നല്ല ഫ്ലഫി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പെർഫെക്റ്റ് കേക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ശർക്കരയും മുട്ടയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ കേട്ടോ. അപ്പം നല്ല രീതിയിൽ ആ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്കൊരു 1/2 കപ്പ് റാഗിയുടെ പൊടി ഉണ്ടല്ലോ, റാഗിപ്പൊടിയും ഒരു 1/3 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ ചോക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ അല്ലേ, അത് നല്ല ഫ്ലേവറുള്ള എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുട്ടയുടെ ഒരു പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് ഇച്ചിരി വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നമ്മൾ ഒരൊറ്റ ഡയറക്ഷനിലോട്ട് മാത്രമേ ഇളക്കി കൊടുക്കാവൂ. അത് എത്രയും സോഫ്റ്റായിട്ട് ഇളക്കാൻ പറ്റുമോ അത്രയും അങ്ങനെ പയ്യെ ഇളക്കി കൊടുത്താൽ നമുക്ക് കേക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഒരു 1/3 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ആ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ആരും ഉപയോഗിക്കരുത്. ആ ഒരു വെളിച്ചെണ്ണേൻ്റെ സ്മെല്ല് കേക്കിൽ വരും. അപ്പം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പയ്യനെ അങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പയ്യെ ഇളക്കുക, ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ഇച്ചിരി തൈരൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സോഫ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല കേക്ക് നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇച്ചിരി തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ. അപ്പം അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരുപാട് ഇളക്കാതെ പയ്യെ ഇതുപോലെ ഇളക്കി കറക്റ്റ് ആ ഒരു ബാറ്ററിൻ്റെ പരുവം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിൽ ബാറ്റർ ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കെല്ലാം ഇളകാതെ കിടപ്പുണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് പയ്യെ വേണം ഇളക്കാനായിട്ട്. എന്നിട്ട് നമ്മളൊരു ചോറ്റും പാത്രം ഉണ്ടല്ലോ, അതിൽ നേരത്തെ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഓവനോ ഒന്നുമില്ലാതെ ഗ്യാസിൽ അപ്പച്ചെമ്പുണ്ടല്ലോ, അത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അപ്പച്ചെമ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് ഒരു 20 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആൻഡ് ചോക്ലേറ്റ് പെർഫെക്റ്റ് കേക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പം നമ്മളൊരു 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാണ്. നമ്മൾ ഇത് വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു കമ്പ് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റാണ്. നല്ല ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. ഡാർക്ക് ചോക്ലേറ്റിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കേക്ക് അതിൽ നിന്ന് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയതുകൊണ്ട് ഈസിയാണ്. സൈഡെല്ലാം വിട്ട് നിൽക്കുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് വെന്തു എന്നാണ് അർത്ഥം കേട്ടോ. അല്ലാതെ ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടോ ചോറ്റും പാത്രത്തിൽ നിന്ന്. അപ്പോൾ അതാ നമുക്ക് കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് റാഗിയുടെ കേക്കും. പിന്നെ ചോക്കോ ഫ്ലേവറൂടെ ഇടുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൂടെ വന്ന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തത്. എന്നിട്ട് അത് നമ്മൾ മെൽറ്റ് ചെയ്ത് കേക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ, അതൊരു പല കളറിലെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ ബോൾസോ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമോ എന്ത് വേണേലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് എത്രത്തോളം ഹെൽത്തി ആയിട്ട് ഒരു കേക്ക് കഴിക്കാൻ പറ്റുമോ അതാണ് ഈ റെസിപ്പി കേട്ടോ. അപ്പോൾ കേക്കും വൈനും ഒക്കെ കുടിച്ച് എല്ലാവരും ക്രിസ്മസ് അടിപൊളിയായിട്ട് ആഘോഷിക്കുക കേട്ടോ. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ.
പിന്നെ അതുപോലെ ന്യൂ ഇയറും വരുവാണല്ലോ. അടുത്ത വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുപോലുള്ള ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്